നമ്മൾ വേറെ ഒന്നുമില്ല കേട്ടോ, അമൃതം പൊടിയും കൊണ്ട് കുറച്ച് കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമുക്കൊരു പാക്കറ്റ് അമൃതം പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്, നന്നായി 2-3 പ്രാവശ്യം ചലിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ വേണ്ട സാധനങ്ങൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ചൊരു നുള്ളു ഉപ്പ്, സോഡാപ്പൊടി കുറച്ചേ ഇടുള്ളൂ, പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നമ്മൾ മിക്സിയിലാണ് കേട്ടോ അടിച്ചെടുത്തത്. എന്നിട്ട് ഈ ചേരുവ നമ്മൾ ഈ അമൃതം പൊടിൻ്റെ പൊടിയിലേക്ക് ഒഴിച്ചു നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് മിക്സ് ആക്കിയ ശേഷം നല്ലതായി ഇങ്ങനെയാണ് കേട്ടോ ബാറ്റർ ശരിയാക്കിയിരിക്കുന്നത്, ഇങ്ങനെ കറക്റ്റായിട്ട്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് ആദ്യം നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് ലൈറ്റായിട്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ബെൽറ്റ് ഒന്ന് അഴിച്ച് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കി 2-3 ബെൽറ്റുകളൊക്കെ കേട് വന്നു. അപ്പോൾ നമ്മളൊരു പഴയ ബെൽറ്റ് അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരക്കിയില്ല, അത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറൊക്കെ നന്നായി ചൂടായി വന്ന ശേഷം നമ്മളതിൽ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 1/4 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. പെട്ടെന്നാവും അമൃതം പൊടിയായത് കാരണം. കുറച്ചും കൂടി കഴിഞ്ഞു, ഇതൊക്കെ ഉണ്ടാവും 3 മണിയായിട്ടുണ്ട് കേട്ടോ. മീനൂട്ടിനെ വിളിക്കാൻ പോകാൻ അതിൻ്റെ നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ മീനൂട്ടിനെ ഒന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒന്ന് തുറക്കാമെന്ന് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുറിക്കുന്നുണ്ട്, നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് നമ്മുടെ പാത്രം ഇങ്ങനെയായിട്ടോ, ഒരു കറുപ്പ് പോലെയായ ഉള്ളിൽ മാത്രം, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കുക്കറാണ് ഇത്തിരി കുഴപ്പം, കേട് വരാൻ പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീനൂട്ടിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അത്.